നമസ്കാരം, ഞാൻ സന്തോഷ് പാലത്തോടി. കുറച്ച് ദിവസമായിട്ട് റെസ്റ്റിലാണ് കേട്ടോ. ഒരാഴ്ചന് മേലെയായി. അപ്പോൾ ഞാൻ ഫോൺ പോലും എടുക്കാറൊന്നുമില്ല. അതിപ്പോ ഒരു ഇന്നലെ ഇന്നുമായിട്ടാണ് ഫോണ് റെഡി വരുന്നത്. റെസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചതാണ് ഈ വീഡിയോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രതികരിക്കുന്നല്ലേ, ഇതെന്താണ് ഒരു വീഡിയോ ഒന്നും പോലും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചതാണ്. അപ്പോ കലാമണ്ഡ അനിയനെ കുറിച്ചൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതികരിച്ചു. അതേപോലെ വിനായകനെ നിങ്ങൾ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞപ്പോ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ വയ്യാതിരിക്കണം. അപ്പൊ വീഡിയോ കണ്ടപ്പോ എനിക്കൊന്ന് ഒന്ന് എന്താ പറയാ, അന്ന് ഇടണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പണി എല്ലാവർക്കും അനുഭവമായിരിക്കട്ടെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇത് വേണം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവരുടെ മാനസികാവസ്ഥ പോലും നോക്കാതെ ഇത്രയും ദിവസമായി 10-14 ദിവസമായി കിട്ടിയിട്ടില്ല. കേരളം മൊത്തം നമ്മളൊരു ഞെട്ടലിലാണ് ഇപ്പോഴും. എവിടെയാണ്, അവിടെയുണ്ടോ, കരയിലുണ്ടോ, പുഴയിലുണ്ടോ, എത്ര പേരിന്റെ ത്യാഗമാണെന്നറിയോ. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും കിട്ടുന്നില്ല. ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത്. അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ അവന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ മനസാക്ഷി അനുവദിക്കുമെന്ന് നമുക്കറിയില്ല. ഇവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ചോദിക്കുമെന്ന് മൈക്കും കുത്തിപ്പിടിച്ച് അവിടെയും പോയി ചോദിക്കുമോ? അറിയാതെ ചോദിക്കാണ്. അതും ഒരു പിഞ്ചു കുട്ടിന്റെ അടുത്താണെന്നും കൂടി അറിയണം. ഞാൻ പറഞ്ഞു തരുന്ന അർജുനന്റെയാണ്. ഒരു 1.5 വയസ്സോ അങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ ആ കൊച്ചിന്. 1.5-2 വയസ്സിന്റെ അടുത്ത് ആയിട്ടുണ്ടാവുള്ളൂ കൊച്ചിന്. ആ കൊച്ചിന്റെ അടുത്താണ് ചോദിക്കുന്നത്. എനിക്കിത് സത്യത്തില് ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഒരു മമ്മൂട്ടിന്റെ ദി കിങ്ങിലെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിനെയൊക്കെ പത്രധർമ്മം എന്നൊക്കെ പറയോ, മാധ്യമധർമ്മം എന്നൊക്കെ പറയോ. വിഷമിച്ച് അവര് സങ്കടപ്പെട്ട് എന്റെ മോൻ ഇന്ന് കിട്ടുമോ, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഇന്ന് കിട്ടുമോ, അല്ലെങ്കിൽ എന്റെ ചേട്ടന് ഇന്ന് കിട്ടുമോ എന്ന് ഇരിക്കുന്നതിന്റെ ഇടയിൽ മയക്കും കുത്തിപ്പിടിച്ച് പോയി ഈ ഉളുപ്പില്ലാതെ ചോദിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊരു ഇതാണ്. പിന്നെ ഈ പൊതുവെ എല്ലാവർക്കും ഈ ഡ്രൈവർമാരിന് ഭയങ്കര പുച്ഛമാണ്. ഇതിന്റെ കൂടെ ഞാൻ കൂട്ടി പറയുന്നുള്ളൂ, ഡ്രൈവർമാരിന് പുച്ഛമാണ്. ഡ്രൈവർമാരിന് എല്ലാവർക്കും പുച്ഛം കാര്യങ്ങൾ. ഈ ഡ്രൈവർമാരില്ലെങ്കിൽ നമ്മളിവിടെ കഴിക്കുന്ന അരി ഭക്ഷണം തൊട്ട് പച്ചക്കറി തൊട്ട് പലചരക്ക് സാധനങ്ങളെല്ലാം വരുന്നത് ഡ്രൈവർമാർ കൊണ്ടുവരുന്നതാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അവർ കൊണ്ടുവന്ന് അവർക്ക് ഒരു പട്ടിന്റെ വില പോലും ഇല്ല. എന്താ അവരില്ലെങ്കിൽ ഇവിടെ അന്നം ഉണ്ടാവില്ല. അതാണ് സത്യം. ഒരു ലോറി സ്ട്രൈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരട്ടെ, അപ്പൊ ഇവിടെ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാവും. പെട്രോൾ വർധന എന്തെങ്കിലും കൂടിക്കഴിഞ്ഞ് ലോറിക്കാർ സമരം ചെയ്യുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തീപിടിച്ച വിലയാവും. ഇവരില്ലെങ്കിൽ കാണാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരും. ആ മീഡിയ അവരുടെ ചോദിക്കുന്ന ആ കൊച്ചിന്റെ ചോദിക്കുന്ന ഒരു ഇത് കണ്ടപ്പോ എനിക്ക് സങ്കടമായി തോന്നി. നിങ്ങൾ ആ വീഡിയോ കാണൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരൂ. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഞാൻ റെസ്റ്റ് ചെയ്ത് തന്നെയാണ്. പക്ഷെ അത് എനിക്കൊന്ന് വീഡിയോ ഇടണം വിചാരിച്ചു. എന്റെ അടുത്ത് 2-3 പേരായി ഇങ്ങനെ ചോദിക്കണം മെസ്സേജിൽ. അപ്പൊ അതുകൊണ്ടാണ് ഒരാൾ വീഡിയോ അയച്ചു തരുകയും ചെയ്താണ് നമ്മുടെ സുഹൃത്ത്. പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? എവിടെ പോയതാ? എവിടെ പോയതാ പപ്പ? ലോറി പോയോ? ലോറി വരുവോ? ഇനി ലോറി വരുവോ? മോൻ ലോറി കയറിയോ? പപ്പ ലോറി പോയി. ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? അയാളിതിൽ കേറുവോ? അയന് അപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ?
മണ്ണ് കോരാൻ പറ്റുമോ? ലോറിയിൽ മണ്ണെടുക്കാൻ പറ്റുമോ? അയൻ കണ്ടല്ലോ അല്ലേ? ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ചൂലിട്ട് അടിക്കണം. അതിന് അവിടെ അവര് സങ്കടത്തിൽ ഇരിക്കണോണ്ടാണ്. വേറെ ആമ്പിളറിനെ അടിച്ച് അതിന്റെ ചെകള പൊളിക്കണായിരുന്നു. അല്ലാണ്ട് ഇതിനൊക്കെ എന്താ മറുപടി നമ്മൾ കൊടുക്കുക? നിങ്ങൾ കണ്ടല്ലോ വീഡിയോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ.